ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് തേഞ്ഞിപ്പലം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള SHO പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു സർക്കുലർ പ്രകാരമുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥിതി സ്വീകരിച്ച ഒരു രാജ്യത്ത് ഇത്തരം സർക്കുലറും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ തടഞ്ഞു വെക്കുന്നതും നിരോധിക്കുന്നതുമൊക്കെ ജനാധിപത്യത്തിന്റെ ഭൂഷണമല്ല എന്നുള്ളതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന പതിച്ചു നൽകിയിട്ടുള്ള അവകാശപ്രകാരം ആർട്ടിക്കിൾ 19(1)B പറയുന്നത് പോലെ ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് ഒത്തുകൂടാനുള്ള അവകാശം ഈ രാജ്യത്ത് പതിച്ചു നൽകിയിട്ടുള്ള ഒരു അവകാശമാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും സമരങ്ങളുമാണെന്നൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തെളിയിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ സർക്കുലർ എന്ന് പറയുന്നത് തികച്ചും ഭരണകൂടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പോലീസിന്റെ കഴിവ് കേട് തുറന്നു കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിദ്യാർത്ഥിയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് വിദ്യാർത്ഥി സംഘടനകൾ ഇടപെടാതിരിക്കാൻ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനകൾ കഴിയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമരവുമായി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് MSFന്റെ നിലപാടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമുക്കറിയാം ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ആവശ്യകത നമുക്ക് ഈ ഒരു ക്യാമ്പസുകളിലും ക്യാമ്പസ് ജീവിതത്തിലും അവിഭാജ്യമായ ഒരു ഘടകമാണ്. വിദ്യാർത്ഥികളുടെ ഇടപെടലും അല്ലെങ്കിൽ അവരുടെ വിജയത്തിന് അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് അവ വലിയൊരു കേന്ദ്ര ബിന്ദു തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ സമരങ്ങളെ ഇല്ലാതാക്കുക എന്ന് വല്ല പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ ഒരു ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങളും അംഗീകരിക്കാൻ മറ്റേതെങ്കിലും തലത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഇതിപ്പോൾ കാലിക്കറ്റ് മാത്രമാണ്, നാളെ ഇത് മറ്റു സ്ഥലങ്ങളിലേക്കും വരില്ലേ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഈ സർക്കുലർ കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇതിന്റെ മറുപിടിച്ച് കേരളത്തിലെ മറ്റ് പ്രമാദമായ സർവകലാശാലകളിലേക്കും ഇത്തരം സർക്കുലറുമായി അതത് മേഖലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ ഭരണകൂടമോ ചെല്ലുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പൊ നോക്കൂ, കാലിക്കറ്റ് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർവകലാശാലയാണ്. നിരന്തരമായി വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളും വിദ്യാർത്ഥി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർവകലാശാലയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആ സർവകലാശാലയിൽ നിന്ന് വിദ്യാർത്ഥികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, പരീക്ഷാ ഫലത്തിൽ ക്രമക്കേട് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, മൂല്യനിർണ്ണയം കൃത്യസമയത്ത് നടക്കാതിരിക്കുന്നുണ്ട്, ചോദ്യപേപ്പറുകൾ ചോരുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളല്ലാതെ മറ്റാരാണ് മുന്നോട്ട് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സർക്കുലറുകൾ ഒരിക്കലും ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് MSFന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 2012 ഏതോ ഒരു ഫാക്ട് വെച്ച് ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതിന്റെ മറുപിടിച്ച് ഇത് നടപ്പിലാക്കാനാണ് ഗവൺമെന്റും അതുപോലെ തന്നെ സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ അതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ MSF മുന്നിലുണ്ടാകുമെന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.